Okay, listen here. How we travel. We just started the portion in our previous class. How we travel. Listen here. Hundreds of years ago, people walked from one place to another. Later, they used animals to pull carriages and carts. Today, we have different means of transport. There are bicycles, tongas, rickshaws, scooters, cars and buses. In some towns, there are trams and local trains. Listen here, it is about our transportation and how we travel to one place to another. Let us discuss in this chapter. ഇത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എങ്ങനെയാണ് പോകുക, പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എന്നൊക്കെ ഉള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. സോ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് എഗോ, നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, പീപ്പിൾ വാക്ക്ഡ് വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. നമ്മൾ എപ്പോഴും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എങ്ങനെയായിരുന്നു? നടന്നിട്ടാണ് പോവുക അല്ലേ. പണ്ട് കാലത്ത് നമുക്ക് എന്താണ് ഇത്രയധികം വെഹിക്കിൾ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടോ? പണ്ട് ഇങ്ങനെ എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾക്ക് വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? നോ. വണ്ടിയുടെ ഒക്കെ വാഹനങ്ങളൊക്കെ ഫൗണ്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ആളുകൾ എങ്ങനെയാണ്? they travel one place to another place to walk. നടന്നിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് അല്ലേ. then later they used animals to pull carriages and carts. പിന്നെ അവർ എന്ത് ചെയ്തു? ആനിമൽസിനെ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അല്ലേ. അവർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ മൃഗങ്ങളെയൊക്കെ യൂസ് ചെയ്തിട്ട് വണ്ടി വലിക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെയാണ് കാളവണ്ടിയും കുതിരവണ്ടിയും ഒക്കെ ഫോം ചെയ്ത് വന്നത്. സോ hundreds of years ago, people walked one place to another place. Then later they used animal to pull carriages and carts. പിന്നെ അവര് മൃഗങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. വാഹനങ്ങൾക്ക് പകരം മൃഗങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്ന തരത്തിലുള്ള വണ്ടികളൊക്കെ ഉണ്ടായി അല്ലെ. കാളവണ്ടിയും കുതിരവണ്ടിയും ഒക്കെ വന്നു. ആദ്യം തന്നെ ഇപ്പൊ കാണുന്ന പോലെ കാറും ബസ്സും ട്രെയിനും ഒക്കെയാണ് ഉണ്ടായത്? നോ. അതൊക്കെ ഫൗണ്ട് ചെയ്യുന്നതിന് മുമ്പ് ആളുകള് മൃഗങ്ങളെ ഉപയോഗിച്ചിട്ട് പോവാൻ വേണ്ടി തുടങ്ങി. then today we have different means of transport. ഇപ്പൊ നമുക്ക് എന്താണ്? ഒരുപാട് ട്രാൻസ്പോർട്ടേഷണൽ ഫെസിലിറ്റീസ് ഉണ്ട് അല്ലേ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഇപ്പൊ നമുക്ക് എന്താണ്? ബൈക്ക് ഉണ്ടാവും, സ്കൂട്ടി ഉണ്ട്, കാർ ഉണ്ട്, അതല്ലെങ്കിൽ ബസ്, ജീപ്പ്, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് അല്ലേ. വാഹനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ ആരും നടന്നിട്ടൊന്നും പോവാറില്ല. എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങൾക്ക് വാഹനങ്ങളുണ്ട്. സോ there are bicycles, tongas, rickshaws, scooter, cars and buses. In some towns there are trams and local trains. എന്തൊക്കെ ഫെസിലിറ്റി ആണുള്ളത് എന്നാണ് പറയുന്നത്. എന്തൊക്കെ തരം വാഹനങ്ങളാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്. ബൈസൈക്കിൾസ് എന്താണ്? നമ്മുടെ സൈക്കിൾ അല്ലേ. സൈക്കിളിൽ പോവാറുണ്ടോ നിങ്ങള്? ഓക്കെ, എല്ലാവർക്കും വീട്ടിൽ നിന്ന് കളിക്കാനൊക്കെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് സൈക്കിൾ ഉണ്ടാവും അല്ലേ. അത്യാവശ്യം എന്താണ് ഒന്ന് കടയിലൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സൈക്കിളൊക്കെ എടുത്ത് പോവാറുണ്ടാവും. സോ ടോങ്കാസ്. ടോങ്കാസ് എന്താണ്? ടോങ്ക അതായത് ഈ കുതിരകളൊക്കെ വലിക്കുന്ന 2 ടയറുള്ള ഒരു വണ്ടിയാണ്. അതായത് ഈ പിക്ചറിൽ കണ്ടോ, ഈ നടുവില് ഒരു കുതിരേനെ കെട്ടിയിട്ട് ഇങ്ങനെ 2 ടയറുള്ള ഒരു വണ്ടി കണ്ടോ നിങ്ങള്? ഇതിനെയാണ് ടോങ്കാസ് എന്ന് പറയാം. ചില സ്ഥലങ്ങളിലൊക്കെ ഈ ടോങ്കാസ് ഒക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ ടൗണിലെ കൂടെ ഒക്കെ ഇത് പോകുന്നത് കാണാറുണ്ടോ? ഇല്ല. പക്ഷെ എന്താണ്, ചില സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ബോംബെയിലും തമിഴ്നാട്ടിലും ഒക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള വാഹനങ്ങൾ നമ്മുടെ കാറും ബസ്സും ഒക്കെ പോകുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ കുറച്ച് റൂറൽ ഏരിയാസിലൊക്കെ പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. എന്താണ് മോളെ ഫാത്തിമ മെഹ്റീൻ? എനിക്ക് വണ്ടിയിൽ പോകുന്ന ഇഷ്ടമല്ല, നടന്നിട്ട് പോകുന്ന ഇഷ്ടം. നടന്നിട്ട് പോണതാണോ ഇഷ്ടം? എല്ലാ സ്ഥലത്തും നടന്നിട്ടാണോ പോവാറ്? അല്ല. ഓക്കെ. ദെൻ നമുക്ക് എന്താണ്? നടന്നിട്ട് പോണതാണ് ഇഷ്ടമെങ്കിലും നമുക്ക് എല്ലാ സ്ഥലത്തും നടന്നു പോകാൻ വേണ്ടി പറ്റില്ല അല്ലേ. സോ നമുക്ക് വെഹിക്കിൾ ഫെസിലിറ്റീസ് യൂസ് ചെയ്യണം. സോ which are the means of transportations എന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. There are bicycles, tongas,
റിക്ഷ. റിക്ഷ അവ ഓട്ടോറിക്ഷ നമുക്കറിയാം അല്ലേ? ഓട്ടോറിക്ഷ ഉണ്ട്, സൈക്കിൾ റിക്ഷ ഉണ്ട്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള വണ്ടികളുണ്ട് അല്ലേ? ഓട്ടോറിക്ഷയിൽ ആളുകൾ പോവാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഓട്ടോറിക്ഷയാണ്. ദെൻ ചില സ്ഥലങ്ങളിലൊക്കെ പോയാൽ സൈക്കിളിന്റെ മുകളിൽ ഇങ്ങനെ കണ്ടോ ഒരു സൈക്കിള്, അതിന്റെ പുറകിൽ ഒരാൾക്ക് ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ആയിട്ട് സൈക്കിൾ റിക്ഷോസും ഉണ്ടാകാറുണ്ട്. സോ ഓട്ടോറിക്ഷ ആൻഡ് സൈക്കിൾ റിക്ഷോസ് ആൻഡ് സ്കൂട്ടേഴ്സ്. വിനോ സ്കൂട്ടർ അല്ലേ? നമുക്ക് സ്കൂട്ടർ ഉണ്ടാകാറുണ്ട്. ദെൻ കാർസ് ആൻഡ് ബസ്സസ്, കാറും ബസ്സും ഒക്കെ ഉണ്ട്. സോ today we have different means of transportations and there are bicycle, tongas, rickshaws, scooters, cars and buses. These are our means of transportations. And then in some towns there are trams and local trains. ചില ടൗണുകളിൽ എന്തുണ്ട്? ട്രാം ഉണ്ട്. ട്രാം. ഡു യു ഹേർഡ് അബൌട്ട് ട്രാം? ട്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് അത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? നോ. ട്രാം മീൻസ് ഏകദേശം നമ്മുടെ ട്രെയിൻ പോലെ തന്നെ, അത്യാവശ്യം ട്രെയിനിന്റെ അത്രയും നീളമില്ലെങ്കിൽ കൂടി ട്രെയിനിന്റെ 1-2 ബോഗികളുടെ അത്രയും വലുപ്പമുള്ള നീളമുള്ള ഒരു വണ്ടിയാണ് ട്രാം. നമ്മുടെ നാട്ടിലൊന്നും അത് കാണാറില്ല. സോ ട്രാം എങ്ങനെയാണെന്ന് വെച്ചാൽ റോഡിലെ കൂടെ തന്നെയാണ് അത് പോവുക. പക്ഷെ അതിന് പോകണമെങ്കിൽ ഒരു സ്പെഷ്യൽ ഇലക്ട്രോണിക് പാത്ത് വേണം. അത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ് പോവുക. അതിന് പോകണമെങ്കിൽ കറണ്ട് വേണം. ആ വണ്ടിക്ക് എപ്പോഴും മൂവ് ചെയ്യണമെങ്കിൽ കറണ്ട് വേണം. അപ്പോൾ കറണ്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വഴി വേണം അതിന്. പക്ഷെ അത് റോഡിലെ കൂടെ തന്നെയാണ് പോവുക. പക്ഷെ അതിന്റെ മുകളിൽ എന്തുണ്ട്? നമ്മുടെ മുകളിലേക്ക് കൂടി ഇങ്ങനെ കറണ്ടിന്റെ ഒരു ലൈൻ ആയിട്ട് ആ വണ്ടി കണക്ട് ചെയ്തിട്ടുണ്ടാവും. കറണ്ടിന്റെ ഒരു കേബിളുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിന്റെ മൂവ്മെന്റിനനുസരിച്ച് പോകുന്ന ഒരു വണ്ടിയാണ് ട്രാം. സോ ചില സ്ഥലങ്ങളിൽ ട്രാം ഉണ്ടാവും. ഏകദേശം കാണാനൊക്കെ ട്രെയിനിനെ പോലെ തന്നെയാണ്. സോ ട്രാം ഉണ്ടാവും. ആൻഡ് ചില സ്ഥലങ്ങളിൽ ലോക്കൽ ട്രെയിൻസ് ഉണ്ടാവും. ചില സ്ഥലങ്ങളിൽ എന്താണ്? ട്രെയിൻ ആയിരിക്കാം എവിടെയെങ്കിലും ഒക്കെ പോകാനുണ്ടെങ്കിൽ. എന്താണ് ആൻസർ? ഞാൻ ട്രാം കണ്ടിട്ടുണ്ട്. ട്രാം കണ്ടിട്ടുണ്ട് അല്ലേ? എവിടുന്നാ കണ്ടത്? അറിയത്തില്ല, കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. എവിടെന്നാ കണ്ടേന്ന് ഓർമ്മയില്ല അല്ലേ? ഓക്കെ, നമ്മുടെ ആൻസർ ട്രാം കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ ദീസ് ആർ അവർ ട്രാൻസ്പോർട്ടേഷണൽ മീൻസ്. ഒന്നുമില്ല, നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ്? ബസ്സിൽ പോകും, കാറിൽ പോകും, ഓട്ടോറിക്ഷയിൽ പോകും, ട്രെയിനിൽ പോകും. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഫെസിലിറ്റീസ് നമുക്കിപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഫാത്തിമ, മെഹ്റിൻ, സയാൻ ആൻഡ് മുഹമ്മദ്. ദെൻ എല്ലാവരും എന്ത് ചെയ്യണം? വീഡിയോ ഓൺ ചെയ്തേ. മുഹമ്മദ് ആരാണിത്? ഷിഹാസ് ആണോ? ഓ, ഷഹസാദ്. ഓക്കെ മോനെ, വീഡിയോ ഓൺ ചെയ്യണേ. ആൻഡ് സയാൻ. Then today we have different means of. Sayan, can you hear me? Please switch on your video. Why are you off your video? Can you hear me? വീഡിയോ ഓഫ് ചെയ്തിട്ട് ആരും ക്ലാസ്സിൽ ഇരിക്കണ്ട. അഥവാ നിങ്ങൾക്ക് വീഡിയോ ഓൺ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏത് ടീച്ചറാണോ ക്ലാസ് എടുക്കുന്നത് അവരോട് പറയുക, എനിക്ക് വീഡിയോ ഓൺ ചെയ്യാൻ. നിങ്ങൾ പറയരുത്, നിങ്ങളുടെ പാരന്റ് പറയുക, ഇന്ന റീസൺ കൊണ്ട് മകന് അല്ലെങ്കിൽ മകൾക്ക് വീഡിയോ ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്തിട്ട് ക്ലാസ്സിലിരിക്കാം. അല്ലാത്തവര് എന്ത് ചെയ്യണം? മുഴുവൻ പേരും വീഡിയോ ഓൺ ചെയ്തിട്ട് മാത്രമേ ക്ലാസ്സിലിരിക്കണ്ടൂ. വീഡിയോ ഓഫ്, ചിലപ്പോൾ ടീച്ചേഴ്സിന് വീഡിയോ ചിലപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിന് ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഓഫായി പോവും. അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ വീഡിയോ എന്ത് ചെയ്തിരിക്കണം? എപ്പോഴും ഓൺ ആയിരിക്കണം. സോ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ അവിടെ ക്ലാസ് കാണുന്നുണ്ടോ, നിങ്ങൾ അതിൻ്റെ അവിടെ ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? നിങ്ങൾ അവിടെ എന്താ ചെയ്യുന്നത്? ചിലപ്പോൾ നിങ്ങളുടെ പാരന്റ് അറിയുന്നുണ്ടാവില്ല അല്ലേ, നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്തിട്ടാണ് ഇരിക്കുന്നതെന്ന്. അവർ ചിലപ്പോൾ പല കാര്യങ്ങൾക്കായിട്ട് ബിസി ആയിരിക്കും. അപ്പൊ നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്ത് ചിലപ്പോൾ വന്ന് നോക്കിയാലും അവർക്ക് മനസ്സിലാകണമെന്നില്ല. സോ നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ മുഴുവൻ പേരും വീഡിയോ ഓൺ ചെയ്തിട്ട് മാത്രമേ ഇരിക്കേണ്ടതുള്ളൂ. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം? ക്ലാസ്സിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോവാം. എല്ലാ ദിവസവും എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യിക്കരുത്. എല്ലാ ക്ലാസ്സിലും വീഡിയോ നിങ്ങളുടേത് ഓൺ ആയിരിക്കണം. എന്താണ് മോളെ ജുവൽ മരിയ?
ട്രാമിൽ പോയിട്ടുണ്ടോ? ട്രെയിനിൽ ഓക്കെ, ട്രെയിനിൽ പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ ദെൻ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷണൽ മീൻസ് ആണ്. നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുന്ന നമ്മുടെ വാഹനങ്ങളാണ് ഇതൊക്കെ അല്ലേ? അജിത് മോനെ ആ പാരഗ്രാഫ് ഒന്ന് വായിച്ച മോനെ. സ്റ്റാർട്ട് ചെയ്തപ്പോ തൊട്ട് ഇപ്പൊ പറഞ്ഞ അവിടം വരെ, ലോക്കൽ ട്രെയിൻസ് വരെ. Hundreds of years ago, people walked from one place to other. Later, they used animals to pull carriages and carts. Today, we have different means of transport. There are bicycles, tongas, rickshaws, scooters, cars and buses. In some towns there are trams and local trains. Then we have enough മോനെ, enough. Then അപ്പോ ആ പാരഗ്രാഫ് മനസ്സിലായല്ലോ. എന്താണ്? ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് എഗോ പീപ്പിൾ വാക്ക്ഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ എങ്ങോട്ടാണ് പോയിരുന്നത്? എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നടന്നിട്ടാണ് പോയിരുന്നത്. അവർക്ക് അന്ന് കാലത്ത് വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. സോ ദേ വാക്ക്ഡ്. Then later they used animals to pull carriages and carts. പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? നമ്മള് ആനിമൽസിനെ യൂസ് ചെയ്തിട്ട് വണ്ടി വലിക്കാൻ വേണ്ടി തുടങ്ങി അല്ലേ? കുതിരവണ്ടിയും കാളവണ്ടിയും ഒക്കെ വന്നത് അതിനുശേഷമാണ്. Then today we have different means of transport. ഇന്ന് നമുക്ക് ട്രാൻസ്പോർട്ടേഷന്റെ ഒരുപാട് ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട്. There are bicycles, tongas, rickshaws, scooters, cars and buses. ഇതൊക്കെ എന്താണ്? നമ്മളിപ്പോ പോകുന്നതാണ് അല്ലേ? ഓട്ടോറിക്ഷ, ബസ്, കാറ്, ഇതിലൊക്കെ നമ്മൾ എപ്പോഴും കയറി പോവാറുണ്ട്. Then in some towns there are trams and local trains. ചില ടൗണിൽ ട്രാമും ലോക്കൽ ട്രെയിനും ഒക്കെ ഉണ്ടാകാറുണ്ട്. എന്താണ് മോളെ ഫാത്തിമ മെഹ്റിൻ? മിസ്സേ, ഞാൻ ട്രക്കറിൽ കയറിയേ. അതെ അല്ലേ? ഓക്കെ ഫൈൻ. Then when we have to travel a long distance, we use ships, trains and airplanes. Sometimes buses are also used to cover long distance. എന്താണ് ഇനി പറയാൻ പോകുന്നത്? നമുക്ക് ഒരുപാട് ദൂരമുള്ള സ്ഥലങ്ങളിലേക്കാണ് പോകേണ്ടതെങ്കിൽ എന്താണ് മോളെ ഹന്ന? മിസ്സേ, ഞാൻ മെട്രോയിൽ പോയിട്ടുണ്ട്. മെട്രോയിൽ പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ ഗുഡ്. ഫാത്തിമ മെഹ്റീൻ, വാട്ട് ആർ യു ഡൂയിങ് ദെയർ? നന്നായിരുന്നു എവിടെ? Then listen. നമുക്ക് ഒരുപാട് ദൂരമുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി എങ്ങനെയാണ് നമ്മൾ പോവുക എന്നുള്ളതാണ് പറയുന്നത് അല്ലേ? നമ്മൾ ചില സ്ഥലങ്ങളിലേക്ക് എന്താണ് ഓട്ടോറിക്ഷയിൽ പോവും. പക്ഷെ ഒരുപാട് ദൂരം ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോറിക്ഷയിൽ പോകാൻ വേണ്ടി പറ്റുമോ? നോ. ഒരുപാട് ദൂരമൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് പോകാൻ വേണ്ടി നമ്മൾ ട്രെയിൻ അല്ലെങ്കിൽ എന്താണ് ഷിപ്പ്, കപ്പലിലോ ട്രെയിനിലോ ബൈ എയർപ്ലെയിൻ, എയറോപ്ലെയിനിലോ ഒക്കെ പോവും അല്ലേ? ഒരുപാട് ദൂരമുള്ള സ്ഥലങ്ങളിലേക്ക് ഓട്ടോറിക്ഷയിലൊക്കെ പോവാറുണ്ടോ? ആരാണ്? ആരുടെ ഓഡിയോ ആണ് മ്യൂട്ട് അല്ലാത്തത്? സോ നമ്മൾ ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് എന്താണ് ഷിപ്പിലും then ട്രെയിനിലും എയറോപ്ലെയിനിലും പോവാറുണ്ട്. Then sometimes buses are also used to cover long distance. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഒരുപാട് ദൂരം പോകണമെങ്കിൽ ബസ്സിലും പോവാറുണ്ട് അല്ലേ? ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടി പോകുന്ന ബസ്സുകളും ഉണ്ട് അല്ലേ? സോ നമ്മൾ ഒരുപാട് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ നമുക്കുണ്ട്. ഓട്ടോറിക്ഷയും ബൈക്കും കാറും സ്കൂട്ടറും ബസ്സും ഇതൊക്കെ നമ്മുടെ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻസ് ആണ്. ദെൻ നമ്മൾ ഒരുപാട് ദൂരം പോകണമെങ്കിൽ ട്രെയിനും ഷിപ്പും ബസ്സും എയറോപ്ലെയിനും ഒക്കെയാണ് യൂസ് ചെയ്യുക അല്ലേ? എന്താണ് മോനെ? മിസ്സേ, എന്റെ വാപ്പ വന്നിട്ട് ഞാനും ഗൾഫിലേക്ക് പോകും. ഗൾഫിൽ പോകുന്നുണ്ട് അല്ലേ? ഓക്കെ ഗുഡ്. അപ്പൊ എന്താണ് നമ്മൾ എയറോപ്ലെയിനിലാണ് പോവാ അല്ലേ? ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക്. എന്താണ് മോളെ ഇഫ്ര?
ആ ഇഫ്ര, നമ്മുടെ ഇഫ്രക്കുട്ടി ഇപ്പൊ എവിടെയാണ്? ഗൾഫിലാണ്. സോ എയ്റോപ്ലെയിനിലാണ് പോയത് അല്ലേ? അപ്പൊ ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ എയ്റോപ്ലെയിനിലും ഷിപ്പിലും ഒക്കെയാണ് പോവുക. സോ when we have to travel a long distance, we use ships, trains and aeroplanes. Then sometimes buses are also used to cover long distance. ചില സമയത്ത് ഒരുപാട് ദൂരേക്ക് പോകാൻ വേണ്ടി നമ്മൾ ബസ്സിലും പോവാറുണ്ട്. Then some means of transport are used to carry goods from one place to another. Goods are sent by airplanes, trains, ships and trucks. എന്താണ് പറയുന്നത്? നമുക്ക് മാത്രം എപ്പോഴും എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്താൽ മതിയോ? പോരാ. ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുണ്ടാവും അല്ലേ? അങ്ങനെ ഉണ്ടാവാറില്ലേ? നമുക്ക് മാത്രം പോയാൽ മതിയോ? പോരാ. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊടുത്തു വിടാനും ഉണ്ടാവും അല്ലേ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്തെങ്കിലും ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? എന്തെങ്കിലും സാധനങ്ങൾ അല്ലേ? അതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാവും. അപ്പോ some means of transport are used to carry goods from one place to another. ചില വാഹനങ്ങൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എന്തെങ്കിലും ഗുഡ്സ്, എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചില വാഹനങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. അത് ഏതൊക്കെയാണ്? എയ്റോപ്ലെയിൻ, ട്രെയിൻ, ഷിപ്പ് ആൻഡ് ട്രക്ക്. നമ്മുടെ ട്രക്കിലും എയ്റോപ്ലെയിനിലും കപ്പലിലും ട്രെയിനിലും ഒക്കെ എന്താണ്? ചില സമയത്ത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന വാഹനങ്ങളും ഉണ്ട് അല്ലേ? നമ്മുടെ ഗുഡ്സ് മാത്രം കൊണ്ടുപോകുന്ന ട്രെയിനൊക്കെ ഉണ്ട്. സാധനങ്ങൾ മാത്രം കൊണ്ടുപോകുന്ന അല്ലേ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ട്രെയിനും എയ്റോപ്ലെയിനും ഒക്കെ ഉണ്ട്. എന്താണ് മോനെ മിൻഹാജ്? എന്റെ വാപ്പ ഗൾഫിൽ നിന്ന് കൊടുത്തേച്ചിനെ. അങ്ങനെയാണ് ഗൾഫിലുള്ള ആളുകളൊക്കെ സാധനങ്ങൾ ഇങ്ങോട്ട് കൊടുത്തു വിടാറുണ്ട്, നമ്മൾ അങ്ങോട്ട് കൊടുത്തു വിടാറുണ്ട്. ദെൻ ട്രെയിനിന് എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ ചില ട്രാൻസ്പോർട്ടേഷണൽ മീൻസ് നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയും യൂസ് ചെയ്യാറുണ്ട്. സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ ട്രെയിനും എയ്റോപ്ലെയിനും ട്രക്കും ഒക്കെയാണ് യൂസ് ചെയ്യാറ്. ദെൻ മോസ്റ്റ് വില്ലേജസ് have few means of transport. People walk long distance. Many people used bullock carts, tractors and bicycles to travel one place to another. Some villages have buses. നമ്മുടെ ടൗൺ ഏരിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് ബസ്സും ട്രെയിനും കാറും ഒക്കെ ഉണ്ടാവും അല്ലേ? പക്ഷെ നമ്മുടെ നാട്ടിലോട്ട് അല്ലേ ഒരുപാട് ഗ്രാമപ്രദേശങ്ങൾ ഉണ്ടല്ലോ, റൂറൽ ഏരിയ ഉണ്ടല്ലേ? ആ സ്ഥലങ്ങളിലൊക്കെ എന്താണ്? മോസ്റ്റ് വില്ലേജസ് ഹാവ് ഫ്യൂ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അവിടെ വളരെ കുറച്ച് ട്രാൻസ്പോർട്ടേഷൻ മീൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചില സ്ഥലങ്ങളിൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അല്ലേ? എല്ലാ സ്ഥലത്തും ഒരുപാട് ബസ്സും കാറും ഓട്ടോറിക്ഷ ഒക്കെ ഉണ്ടാകാറുണ്ടോ? നമുക്ക് തന്നെ ചിലപ്പോൾ ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ പൊതുവെ അവിടെ വാഹനങ്ങൾ കുറവായിരിക്കും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ. അതായത് പാവപ്പെട്ട ആളുകളൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ വലിയ ഡെവലപ്മെന്റ് ഒന്നും ഇല്ലാത്ത ഏരിയകളുണ്ട്. അവിടെ എന്താണ്? വാഹന സൗകര്യങ്ങളും വളരെ കുറവായിരിക്കും. പീപ്പിൾ വാക്ക് ലോങ് ഡിസ്റ്റൻസ്. ആളുകൾ ഒരുപാട് ദൂരം നടക്കേണ്ടി വരും അല്ലെ? ചിലപ്പോ അവിടെ ഒരുപാട് ദൂരം നടന്നു പോകേണ്ടി വരും. സോ മെനി പീപ്പിൾ യൂസ്ഡ് ബുള്ളോക്ക് കാർസ്, ട്രാക്ടേഴ്സ് ആൻഡ് ബൈസിക്കിൾസ് ടു ട്രാവൽ വൺ പ്ലേസ് ടു അനദർ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആളുകൾ പോകാൻ വേണ്ടി കാളവണ്ടിയും എന്താണ് നമ്മുടെ സൈക്കിളും ട്രാക്ടറും ഒക്കെയാണ് യൂസ് ചെയ്യുക അല്ലെ? അതായത് ഈ റൂറൽ ഏരിയയിലൊക്കെ എന്താണ് ഒരുപാട് അഗ്രികൾച്ചറലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ട്രാക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ആളുകൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഈ ട്രാക്ടറിലൊക്കെ കയറിയിട്ട് ആളുകൾ പോവാറുണ്ട്. നമ്മൾക്ക് ഇവിടെ ഒക്കെ എന്താണ് ഒരുപാട് വണ്ടികൾ ഉള്ളത് കൊണ്ട് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയില്ല. പക്ഷെ ഒരുപാട് റൂറൽ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ അവിടെ വളരെ വാഹന സൗകര്യം കുറവാണ്. സോ some villages have buses. അങ്ങനെ വാഹന സൗകര്യം കുറവുള്ള സ്ഥലങ്ങളിൽ ചില സമയത്ത് വളരെ സമയത്തിന്റെ ഗ്യാപ്പിൽ ബസ്സുകളൊക്കെ ഉണ്ടാവും അല്ലെ? ചിലപ്പോൾ ഇപ്പോൾ രാവിലെ ഒരു ബസ് പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു ബസ് ഉണ്ടാവും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ആയിരിക്കും അടുത്ത ബസ്. അങ്ങനെ ഇടവിട്ട് ബസ്സുകളുള്ള വില്ലേജസും ഉണ്ട്. സോ വില്ലേജുകളിൽ പൊതുവെ വാഹന സൗകര്യം കുറവാണ്. അവിടെ എന്താണ് ഒരുപാട് ലോങ് ഡിസ്റ്റൻസിൽ ആളുകൾ നടന്നു പോകേണ്ടി വരാറുണ്ട് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. Then in deserts
camels are used for transport. മരുഭൂമിയിൽ ക്യാമൽസിനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. ക്യാമൽ എന്താണ്? ക്യാമൽ, do you know what is camel? എന്താണ് മോളെ അമന്ന? ക്യാമൽ എന്ന് വെച്ചാൽ എന്താണ്? ഒട്ടകം. ഒട്ടകം, ഒട്ടകാണ് അല്ലേ. അപ്പൊ മരുഭൂമിയിൽ എന്താണ്? ഒട്ടകാണ് ഉണ്ടാവുക. സോ ഒട്ടകത്തിനെയാണ് അവർ എന്ത് ചെയ്യുക? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഒട്ടകത്തിനെയാണ് യൂസ് ചെയ്യാറ്. എന്താണ് മോനെ മിൻഹാജ്? ഗൾഫിൽ ഒട്ടകം മാത്രമേ മൃഗുള്ളൂ. ഗൾഫിൽ എന്താണ്? ഒട്ടകം ഉണ്ട് അല്ലേ. അവർ കൂടുതലായിട്ടും ഗൾഫിലെ ഡെസേർട്ടിലൊക്കെയാണ് ഒട്ടകങ്ങൾ ഉണ്ടാവുക. അവിടെയുള്ള ആളുകൾ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകണമെങ്കിൽ ഒട്ടകത്തിനെയാണ് എന്ത് ചെയ്യുക? ഡിപ്പെൻഡ് ചെയ്യാറ്. സോ in deserts camels are used for transport. Then elephants are used in thick forest. Mules and ponies are used as a means of transport in hilly region. പിന്നെ എന്താണ്? നല്ല കാടുകളിലൊക്കെ ചിലപ്പോൾ ആനേനെയൊക്കെ ആളുകൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. എലഫന്റിന്റെ പുറത്തൊക്കെ കയറിയിട്ട് ആളുകൾ പോവാറുണ്ട്. ഒരുപാട് തിക്ക് ഫോറസ്റ്റിൽ, വലിയ കാടുകളിൽ അല്ലേ, ഒരുപാട് വലിയ കാടുകളിലൊക്കെ എന്താണ്? എലഫൻസിനൊക്കെ യൂസ് ചെയ്തിട്ട് അവിടെ തന്നെ താമസിക്കുന്ന ആൾക്കാർ, ചിലപ്പോൾ ഫോറസ്റ്റിലൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ടാവും. സോ അവിടെയുള്ള ആളുകൾക്ക് അവിടുത്തെ മൃഗങ്ങളുമായിട്ടൊക്കെ എപ്പോഴും അവർ അതുമായിട്ട് മിങ്കിൾ ചെയ്തതുകൊണ്ട് മൃഗങ്ങളുമായിട്ടൊക്കെ നല്ല അടുപ്പുണ്ടാവും. സോ അങ്ങനെ അവർ എന്താണ്? എലഫൻസിനൊക്കെ യൂസ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യാറുണ്ട്. ദെൻ mules and ponies used as a means of transport in hilly areas. ചില സ്ഥലങ്ങളിൽ, നല്ല കുന്നും പ്രദേശങ്ങളിൽ എന്തിനെ? മ്യൂൾസിനെയും പോണീസ്. മ്യൂൾസ് എന്താണ്? കോവർ കഴുത അല്ലേ. കഴുതയുടെ ഫീമെയിൽ ആണ് കോവർ കഴുത. സോ കോവർ കഴുതേനെ യൂസ് ചെയ്തിട്ട് ആളുകൾ അതിന്റെ പുറത്തൊക്കെ കയറി പോവാറുണ്ട്. പിന്നെ പോണീസ്. പോണീസ് എന്താണ്? കുതിര പോലെ തന്നെയാണ് അല്ലേ പോണി. ദെൻ അത് കുതിരേനേക്കാൾ കുറച്ചുകൂടെ ഉയരമൊക്കെ കുറഞ്ഞിട്ടുള്ള, ഏകദേശം കുതിരയെ പോലെ തന്നെയുള്ള ഒരു ആനിമലാണ്. സോ നിങ്ങൾ അതിനെ കണ്ടിട്ടുണ്ടാവും. എന്താണ്? ഒരു നോട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കത് കുതിരയാണ് എന്ന് തോന്നും. പക്ഷെ വി കോൾ ദാറ്റ് പോണി ആൻഡ് ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് സ്മോളർ ദാൻ എ ഹോഴ്സ്. ഒരു ഹോഴ്സിനേക്കാൾ കുറച്ച് ചെറുതാണ്. സോ അതിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ദെൻ if you want to go somewhere very very far like the moon, you will have to go in a rocket. നിങ്ങൾക്ക് എവിടെയെങ്കിലും വളരെ പെട്ടെന്ന് ഒരുപാട് ദൂരം കവർ ചെയ്തിട്ട് എന്താണ്? ചന്ദ്രനിലേക്കൊക്കെ എന്താണ്? ഒരുപാട് ദൂരം ഉണ്ടല്ലേ. അപ്പൊ അങ്ങോട്ടൊക്കെ നമ്മൾ എങ്ങനെയാ പോവുക? മൂണിലേക്കൊക്കെ ബസ്സിന് ഓട്ടോറിക്ഷയിലൊക്കെയാണോ പോവാറ്? നോ. ഇപ്പൊ ചന്ദ്രനിലൊക്കെ ആളുകൾ പോകുന്നുണ്ട്. അവരെങ്ങനെയാ പോവുക? ഓട്ടോറിക്ഷയിൽ കയറിയിട്ടോ അല്ലെങ്കിൽ സൈക്കിള് കൊണ്ടോ ഒക്കെയാണോ പോവാറ്? No, they are used rockets. അവർ റോക്കറ്റിൽ കയറിയിട്ടാണ് പോവുക. അപ്പൊ നിങ്ങളോട് ജസ്റ്റ് ഒരു തമാശക്ക് ഇവിടെ പറയാണ്, എന്താണ്? നിങ്ങൾക്ക് ഒരുപാട് ദൂരെ വളരെ പെട്ടെന്ന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റോക്കറ്റിൽ കയറിയിട്ട് പോവാം എന്നാണ് പറയുന്നത്. റോക്കറ്റിൽ കയറി പോയാൽ പെട്ടെന്ന് എത്തും എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഈസ് അബൌട്ട് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. നമുക്ക് എന്തൊക്കെ തരം ട്രാൻസ്പോർട്ടേഷൻസ് ഉണ്ട് എന്നുള്ളതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇതിൽ കുറച്ച് അധികം ആക്ടിവിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി. പക്ഷെ പോർഷൻ വളരെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷനാണ്. ദെൻ ലിസൺ. ഒന്നുകൂടെ നമ്മുടെ ടൈം കഴിയുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഇത് മുഴുവൻ പറയാം. സോ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് എഗോ, നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ എന്ത് ചെയ്തിരുന്നില്ല? they cannot use vehicles because not founded vehicles കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ അപ്പൊ അവർക്ക് എങ്ങനെയാണ്? നടന്നിട്ട് പോകാനേ പറ്റുമായിരുന്നുള്ളൂ. then they used the animals to pull carriages and carts. പിന്നെ അവർ എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി? മൃഗങ്ങളെ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അനിഹയുടെ ആള് വന്നു അല്ലേ അനിഹ? അടി വേണോ? then they used animals to pull carriages and carts. Today we have different means of transport. There are bicycles, tongas, rickshaws, scooters, cars and buses. In some towns
No, ഇല്ല. Then in some towns there are trams and local trains. ചില സ്ഥലങ്ങളിൽ ട്രാമും ലോക്കൽ ട്രെയിനും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. Then when we have to travel a long distance, we use ships, trains and aeroplanes. We have to travel in a long distance. നമുക്ക് ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോവാനുണ്ടെങ്കിൽ അല്ലേ, അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് ഓട്ടോറിക്ഷയും ബൈസിക്കിളും ഒക്കെ യൂസ് ചെയ്തിട്ട് പോവാം. But we have to cover a long distance. We must use ships, trains and airplanes. Then sometimes buses are also used to cover long distance. ചില സമയം ഒരുപാട് ദൂരെ പോവാൻ നമ്മൾ ബസ്സിലും പോവാറുണ്ട് അല്ലേ, ഒരുപാട് ദൂരേക്ക്. So some means of transport are used to carry goods from one place to another. ചില സ്ഥലങ്ങളിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? വെഹിക്കിൾസ് യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് എയർപ്ലെയിൻ, ട്രെയിൻ, ഷിപ്പ് ആൻഡ് ട്രക്സ്. Then most villages have few means of transport. People walk long distance. ചില സ്ഥലങ്ങളിൽ വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? അവർക്ക് ചിലപ്പോൾ ഒരുപാട് ദൂരേക്ക് നടന്നു പോകേണ്ടി വരും അല്ലേ. നമുക്കറിയാം ഒരുപാട് റൂറൽ ആയിട്ടുള്ള ഏരിയയിൽ, ഒരുപാട് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഒരുപാട് വാഹനങ്ങളൊന്നും ഉണ്ടാവാറില്ല അല്ലേ. അവിടെ ചിലപ്പോൾ ഒരു ബസ് പോയി കഴിഞ്ഞാൽ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ബസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് ചിലപ്പോൾ ബസ് കിട്ടാതെ നടക്കേണ്ടിയൊക്കെ വരാറുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാകാറില്ല. സോ എല്ലാവർക്കും എന്താണ് വാഹനങ്ങൾ ഉണ്ട് അല്ലേ. ബൈക്കും കാറും സ്കൂട്ടറും ഒക്കെ ആയിട്ട് എല്ലാവരുടെ വീട്ടിലും വെഹിക്കിൾസ് ഉണ്ട്. സോ നമുക്ക് ഇപ്പോൾ നടക്കേണ്ട കാര്യങ്ങളൊന്നും വരാറില്ല. പക്ഷെ പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലേ. ചിലപ്പോൾ റൂറൽ ഏരിയാസിലൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. Then many people used bullock carts, tractors and bicycles. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും കാളവണ്ടിയിലൊക്കെ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ അടുത്തുള്ളവർ എവിടെയെങ്കിലും ഒക്കെ കാളവണ്ടി കയറി പോകുന്നത് കണ്ടിട്ടുണ്ടോ? നോ, നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഇല്ല. പക്ഷെ നമ്മൾ ഈ തമിഴ്നാട്ടിലും അതിൻ്റെ ഉൾപ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ആളുകൾ ഇപ്പോഴും കാളവണ്ടിയൊക്കെ ഉപയോഗിച്ചിട്ട് പോവാറുണ്ട്. നമുക്ക് അതിൻ്റെ ആവശ്യം വരാത്തതുകൊണ്ടാണ് നമുക്ക് അതിനെക്കുറിച്ച് അറിയാത്തത്. സോ some villages have, then many people used bullock carts and tractors and bicycles to travel one place to another place. Some villages have buses. ചില ഗ്രാമങ്ങളിൽ 1-2 ബസ്സുകളൊക്കെ ഉണ്ടാവും അല്ലേ. നിങ്ങളുടെ എല്ലാവരുടെയും വീടിന്റെ അടുത്തുള്ള റോഡിൽ കൂടെ ബസ് സർവീസ് ഉണ്ടോ? ചില ആളുകളുടെ വീടിന്റെ അടുത്തുണ്ട്, ചില ആളുകളുടെ അടുത്ത് ഇല്ല. ഇപ്പൊ നമ്മുടെ പറയുകയാണെങ്കിൽ നമ്മുടെ സ്കൂളിന്റെ പ്ലേസ് അല്ലേ, ഇവിടെ എന്താണ് ഇതുവഴി ഒരു റോഡ് ഉണ്ട് അല്ലേ. ഇതിൽ കൂടെ എപ്പോഴും ബസ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നോ, ബസ് സർവീസ് വളരെ കുറവാണ് ഇതിലെ കൂടെ അല്ലേ. ഒരു ദിവസം ചിലപ്പോൾ 3-4 ബസ്സുകളൊക്കെ ഉണ്ടാവുള്ളൂ. രാവിലെ ഒന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബസ്. ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്കായിരിക്കും അടുത്ത ബസ്. അങ്ങനെ വളരെ കുറച്ച് ബസ് സർവീസ് മാത്രമേ ഉള്ളൂ. ചില സ്ഥലങ്ങൾ അങ്ങനെയാണ് അല്ലേ. നമ്മുടെ പാടിച്ചാൽ ടൗണിലെ കൂടെ പോകുന്ന അതേപോലെ ബസ്സുകൾ ഇതിലേ പോകുന്നുണ്ടോ? നോ, ബസ് സർവീസ് ചില പ്രദേശങ്ങളിൽ കുറവാണ്. സോ ഇൻ ഡെസേർട്സ് camels are used for transport. മരുഭൂമിയിൽ ഒട്ടകങ്ങളെയാണ് യൂസ് ചെയ്യുക ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി. എന്താണ് മോളെ ഹന്ന? മിസ്സേ, എന്റെ അച്ഛൻ പണ്ട് ബസ് ഓടിക്കുന്ന ആളായിരുന്നു. അതെ അല്ലേ. ഓക്കെ, ഹന്നയുടെ ഫാദർ എന്തായിരുന്നു? പണ്ട് ബസ് ഡ്രൈവർ ആയിരുന്നു എന്നാണ് ഹന്ന പറയുന്നത്. സോ ദെൻ അപ്പോൾ ഇൻ ഡെസേർട്സ് camels are used for transport. മരുഭൂമിയിൽ ക്യാമൽസിനൊക്കെയാണ് യൂസ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരുന്നത്. ദെൻ elephants are used in thick forest. നല്ല കാടുകളിലൊക്കെ എന്താണ് എലഫന്റിനെ യൂസ് ചെയ്തിട്ട് അവിടെ താമസിക്കുന്ന ആളുകൾ അതിന്റെ പുറത്ത് കയറി പോവാറുണ്ട്. Then mules and ponies are used as a means of transport in hilly region. കുന്നും പ്രദേശങ്ങളുടെ ഒക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ മ്യൂൾസിനെയും പോണീസിന്റെ ഒക്കെ പുറത്ത് കയറിയിട്ടാണ് ആളുകൾ പോവാറ്. So if you want to go somewhere very far like the moon, ചന്ദ്രനിലേക്കൊക്കെ പോകുന്ന പോലെ വളരെ സ്പീഡിൽ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരുപാട് ദൂരേക്ക് പോവാനുണ്ടെങ്കിൽ എങ്ങനെ പോകണം എന്നാ പറയുന്നത്? You will have to go in a rocket. നിങ്ങൾക്കൊരു റോക്കറ്റിൽ കയറി പോവാം എന്നുള്ളതാണ് പറയുന്നത്.
സോ ഒരു റോക്കറ്റിന്റെ പിക്ചറും അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ദെൻ ലെറ്റ് us റിവൈസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിന്റെ താഴെയുള്ളത്. ലോങ് എഗോ പീപ്പിൾ വാക്ക്ഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. വി ഓൾറെഡി ഡിസ്കസ് ഇറ്റ്. ഒരുപാട് നാളുകൾക്ക് മുമ്പ് ആളുകൾ എങ്ങനെയാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നടന്നിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ദെൻ വി ട്രാവൽ ഷോർട്ട് ഡിസ്റ്റൻസ് ബൈ ബൈസിക്കിൾ, റിക്ഷോ, സ്കൂട്ടേഴ്സ് ആൻഡ് കാർസ്. നമ്മൾ സൈക്കിളിലും റിക്ഷയിലും സ്കൂട്ടറിലും ഒക്കെ കയറിയിട്ടാണ് ചെറിയ ദൂരം, വളരെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാനാണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് പോവാറ് അല്ലേ. ദെൻ വി ട്രാവൽ ലോങ് ഡിസ്റ്റൻസ് ബൈ ട്രെയിൻസ്, ഷിപ്സ് ആൻഡ് എയ്റോപ്ലെയിൻസ്. നമ്മൾ വളരെ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ എങ്ങനെയാണ്? വി ഡിപ്പെൻഡിങ് ട്രെയിൻസ്, ഷിപ്സ് ആൻഡ് എയർപ്ലെയിൻസ്. നമ്മൾ ട്രെയിനിലും ഷിപ്പിലും എയർപ്ലെയിനിലും ഒക്കെയാണ് പോവാറ്. ദെൻ ഗുഡ്സ് ആർ ക്യാരിഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ബൈ ട്രെയിൻസ്, ഷിപ്സ്, എയർപ്ലെയിൻസ് ആൻഡ് ട്രക്സ്. നമുക്ക് മാത്രം പോയാൽ പോരാ അല്ലെ, എന്ത് വേണം? വി ഹാവ് ടു ഗോ സം ഗുഡ്സ് ടു വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ആൻഡ് we used, കേൾക്കുന്നില്ലേ മക്കളെ? We should carry goods from one place to another place. We should use vehicles. Okay, listen. Goods are carried from one place to another by train, ship, truck and aeroplane. നമുക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ടെങ്കിൽ ദെൻ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഷിപ്പും എയർപ്ലെയിനും ട്രെയിനും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ നമ്മുടെ ആ പോർഷൻ അവിടെ ഫിനിഷായി. ദെൻ അതിന് മുമ്പേ ഉള്ളതിലെ ആക്ടിവിറ്റി ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻ ആൻസറാ തരാനുള്ളത് അല്ലേ. പ്ലേസസ് ഇൻ മൈ നൈബർഹുഡിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നിട്ടില്ലല്ലോ ഞാൻ. തരാം കേട്ടോ. കുറച്ച് നമ്മുടെ വലിയ ക്ലാസ്സിന്റെ എക്സാം ഒക്കെ ആയിട്ട് കുറച്ച് ബിസി ആയി പോയതുകൊണ്ടാണ്. സോ അത് തരാം. ദെൻ ഹൗ വി ട്രാവൽ എന്നുള്ളതിലെ ആക്ടിവിറ്റീസ് ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരിക. നമുക്ക് പെട്ടെന്ന് അതൊന്ന് പറയാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ മുഴുവൻ പേരും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം വരാൻ വേണ്ടി. Then write the names of these means of transport in the correct column. Run on petrol, pulled by man, pulled by animals. എന്താണ് ഇവിടെ? ഇവിടെ ഒരു കോളത്തിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? കുറെ വെഹിക്കിൾസിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് പെട്രോൾ യൂസ് ചെയ്തിട്ട് പോകുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ എഴുതണം. പെട്രോൾ യൂസ് ചെയ്തിട്ട് ഇതിൽ നിന്ന് പോകുന്ന എന്തൊക്കെയുണ്ട്? പിന്നെ പുൾ ബൈ മാൻ, ആളുകൾ വലിച്ചുകൊണ്ട് പോകുന്ന വണ്ടികളുണ്ട് അല്ലെ. ആളുകൾ വലിച്ചുകൊണ്ട് പോകുന്ന വണ്ടികൾ ഇതിൽ ഏതൊക്കെയാണ്? ദെൻ ആനിമൽസ് പുൾ ചെയ്തുകൊണ്ട് പോകുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ്? ആദ്യത്തെ ഒന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റൺ ഓൺ പെട്രോൾ. പെട്രോളിൽ ഓടുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ് ഇതില്? കാർ ഉണ്ട് അല്ലെ. കാർ എങ്ങനെയാ പോവാ? കാറിൽ പെട്രോള് ഒഴിച്ചിട്ടാണ് പോവുക അല്ലെ. അല്ലാതെ എന്താണ് ആളുകൾ തള്ളിക്കൊണ്ട് പോവാണ് ചെയ്യാറ്? അല്ലല്ലോ. ആനിമൽസ് ആണോ തള്ളിക്കൊണ്ട് പോവാറ് കാറും ബസ്സും ഒക്കെ? നോ, അത് പെട്രോൾ യൂസ് ചെയ്തിട്ടാണ് പോവുക. ദെൻ ഓട്ടോറിക്ഷ. പിന്നെ അതുപോലെ പെട്രോൾ യൂസ് ചെയ്ത് പോകുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക. പിന്നെ ആളുകൾ വലിച്ചു കൊണ്ടുപോകുന്ന വണ്ടികളുണ്ട്. അതേതൊക്കെയാണ്? ആളുകൾ വലിച്ചു കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ഉണ്ട് ഇതിൽ. അതേതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ ഫൗണ്ട് ചെയ്യണം. ദെൻ നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് 4 വെഹിക്കിൾസ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ കാര്യങ്ങളിലൂടെയാണ് പോവുക എന്നുള്ളത് നമ്മൾ ഫൗണ്ട് ചെയ്യണം. ദെൻ fill in the blanks. Scooters and cars are means of എന്താണ് എന്നുള്ളത് ഫിൽ ചെയ്യാം. സോ നമ്മുടെ ടൈം കഴിയാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫൺ ടു ലേണില് ആക്ടിവിറ്റി A, B, C എന്നുള്ളത് നിങ്ങൾ ചെയ്തിട്ട് വരിക. ദെൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. അത് കഴിഞ്ഞിട്ട് E and F അത് നമുക്ക് ക്ലാസ്സിൽ വന്നിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ട് പറയാം. സോ ആക്ടിവിറ്റി A, B, C is your homework. A, B, C. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കിയിട്ട് ചെയ്യാം. എല്ലാവർക്കും കൂടെ ചെയ്യാം. ഓക്കെ. മുഴുവൻ നിങ്ങൾക്ക് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാവരും ചെയ്യുക. അതിൽ EF എന്നുള്ള 2 ആക്ടിവിറ്റീസ് കൂടി ഉണ്ട്. അതും കൂടി ചെയ്യാൻ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് വരിക.
ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ്സിൽ വന്നിട്ട് ചെയ്യാം. ABC നിർബന്ധമായിട്ടും ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ വരാൻ. സോ അവർ ടൈം ഈസ് ഓവർ ആൻഡ് ലെറ്റ് മീ വൈൻഡ് അപ്പ്. Then see you in the next class. Okay, bye. എന്താണ് മോളെ ഫാത്തിമ മെഹ്റിൻ? ഫാത്തിമ മെഹ്റിൻ